തീത്തോസ് 2-ാം 11 സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരു അവതാരത്തെ സൂചിപ്പിക്കുന്ന വാചകങ്ങളാണ് ഈ വാക്യത്തിലൂടെ പരാമർശിക്കപ്പെട്ടത്. മത്തായി സുവിശേഷം 1-ാം 21 അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേർ ഇടണം എന്ന് പറഞ്ഞു. വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. സകല മനുഷ്യർക്കും രക്ഷയെ നൽകുന്ന ദൈവകൃപ ഉദിച്ചുവല്ലോ എന്നും ഈ വാക്യത്തെ തർജ്ജിമ ചെയ്യുവാൻ കഴിയും. ഇതിൻ്റെ അർത്ഥം എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടും എന്നതല്ല, മറിച്ച് യജമാനനെന്നോ ദാസനെന്നോ യഹൂദനെന്നോ ജാതികളെന്നോ വ്യത്യാസമില്ലാതെ ഈ രക്ഷ ഏവർക്കും പ്രാപിക്കുവാൻ ഉതകുന്നതാണ്. രക്ഷ വ്യക്തിപരമാണ്, പ്രാപിക്കേണ്ടതിൻ്റെ ആവശ്യകതയും വലുതാണ്. അതിനായി കർത്താവ് കൃപ ചെയ്യട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മാറാനാഥ.